അൻവറിന്റെ UDF പ്രവേശനം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ. അൻവറിന് ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമല്ലെന്ന് K മുരളീധരനും അൻവറിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്ന് സാദിഖ് അലി തങ്ങളും പ്രതികരിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ UDF കൂടി ചർച്ച ചെയ്യുമല്ലോ. പക്ഷെ നിങ്ങൾ ഈ കാര്യം പറയുമ്പോഴും UDFന്റെ വിജയത്തെ കുറിച്ച് കാണരുത്. വിജയം തന്നെയല്ലേ. അല്ല, അതൊന്നും ഇപ്പം ഞാനല്ലല്ലോ പറയേണ്ട അഭിപ്രായം. അതൊന്നും ആ അഭിപ്രായം പറയാനൊന്നും ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ട് UDF ചർച്ച ചെയ്യും. അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അദ്ദേഹം 9 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, അൻവർ കൂടി ഉണ്ടായതെങ്കിൽ 25,000 വോട്ടിന് ജയിക്കായിരുന്നു. ഈ സന്തോഷം ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത്. ചുറ്റും അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീം സ്പിരിറ്റോടുകൂടെ മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. ഞാൻ പറയാം, അൻവർ UDF എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും നില ഉണ്ടായ കാര്യമൊന്നുമല്ലല്ലോ. UDF വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു മുന്നണി സംവിധാനമാണ്. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ നിന്ന് കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനുകൾ ധാരാളം ഉണ്ടല്ലോ, അവിടെ നിന്ന് കയറിക്കും. തീർച്ചയായിട്ടും UDF ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. ലീഗ് ആദ്യം അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അൻവറിൻ്റെ കാര്യത്തിൽ ലീഗിൻ്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതെ, ഇപ്പോൾ നമുക്ക് മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തണം. നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത്. ഇല്ല, അങ്ങനെ ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ UDF അവിടെ വിജയം കൈവരിച്ചിട്ടുള്ളത്.